പൊന്മാൻ വരുമ്പം ജ്യോതിഷ് സംവിധായകനെ നേരത്തെ അറിയാം. ഏഴിലമ്പാലയിലെ ആർട്ട് അസിസ്റ്റന്റ് ജ്യോതിഷ് പഠിക്കുക. അവൻ ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന സമയം ഈ ബുക്ക് തരിക ഇന്ദു ഗോപന്റെ. ഇന്ദു ഗോപൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാണ്. അപ്പം ഇത് ഞാൻ വായിച്ചിട്ടില്ല ഇന്ദുവിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വായിക്കാം. അപ്പോൾ തന്നിട്ടുണ്ട് ചേച്ചി, അതിൽ ആഗ്നസ് എന്നുള്ള ക്യാരക്ടറുണ്ട്, ആ ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ഇവരിങ്ങനെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം കാല് തൊട്ട് തൊഴാനാണല്ലോ. അപ്പം ഞാൻ എണീക്കണോ ഇരിക്കണോ ഏത് പൊസിഷനിലാണ് ഈ അനുഗ്രഹം കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ. അപ്പം ഇവൻ എണീറ്റത് ഈ ബുക്ക് തരികയും ഇത് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അന്തം വിട്ട് ഇങ്ങനെ ഇവരെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനോ, എൻ്റെ ആഗ്രഹമാണ്, ഞാൻ ആദ്യം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ചേച്ചി അത് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുക എന്നെ ഒരാൾ വിശ്വസിക്കില്ലേ. അപ്പോൾ അവിടെ ഞാൻ നോന്നോ അല്ലെ അവധ പറയാനോ, സാധാരണ അവധ പറയും ഞാൻ, അവധ പറയാനോ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി. അത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ ഈ ക്യാരക്ടർ എന്നല്ല, അതിൽ ഓരോ ക്യാരക്ടറും എത്ര ജീവിതഗന്ധിയായിട്ട് നമുക്ക് അറിയാവുന്നവരായതുകൊണ്ടും ഒക്കെ നമ്മൾ കണ്ട ഒരുപാട് മനുഷ്യരുമായിട്ട് ഒരുപാട് ബന്ധമുള്ള കണക്ക് തോന്നി. ഉടൻ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നോവല്, നമുക്കിത് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു.